ഹായ്, എല്ലാ കൂട്ടുകാർക്കും ഐക്യുമെറ്റിന്റെ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് ടു പഠനശേഷം പാരാമെഡിക്കൽ കോഴ്സാണ് ഉപരിപഠനത്തിനായി തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഏറ്റവും അധികം ജോലി സാധ്യതയുള്ള കോഴ്സാണ് BSc റീനൽ ഡയാലിസിസ് ടെക്നോളജി. റീനൽ ഡയാലിസിസ് ടെക്നോളജി എന്ന കോഴ്സ് പഠനത്തിനായി തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് ഡയാലിസിസ്, എപ്പോഴാണ് ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരുന്നത്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ജോബ് ഓപ്പർച്യൂണിറ്റി, അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എന്നിങ്ങനെ. ആദ്യം തന്നെ എന്താണ് ഡയാലിസിസ്, എപ്പോഴാണ് ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരുന്നത് എന്നതിനെക്കുറിച്ച് വിശദമായി ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവമാണ് കിഡ്നി അഥവാ വൃക്ക എന്ന് നമുക്കറിയാം. ആരോഗ്യമുള്ള വൃക്കകൾ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന ചില പ്രധാന ധർമ്മങ്ങളുണ്ട്. രക്തത്തിലെ മാലിന്യങ്ങളും ശരീരദ്രവവും ജലവും നീക്കം ചെയ്യുക എന്നതാണ് ആരോഗ്യമുള്ള വൃക്കകൾ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട ധർമ്മം. എന്നാൽ ഇവയ്ക്ക് തകരാറ് സംഭവിക്കുന്ന സാഹചര്യത്തിൽ ഈ ധർമ്മങ്ങൾ മറ്റു മെഷീൻസിന്റെ സഹായത്തോടുകൂടി ചെയ്യേണ്ടതായി വരുന്നു. ഇതിനെയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഡയാലിസിസിനെ ഹീമോ ഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ് എന്നിങ്ങനെ രണ്ടായി തരം തിരിച്ചിരിക്കുന്നു. ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നതിനും ഒരു ഡയാലിസിസ് പേഷ്യന്റിനെ കെയർ ചെയ്യുന്നതിനും ഡയാലിസിസ് ടെക്നോളജി പഠിച്ചൊരു ടെക്നീഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. BSc റീനൽ ഡയാലിസിസ് ടെക്നോളജി 6 മാസത്തെ കമ്പൽസറി ഇന്റേൺഷിപ്പും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഈ കോഴ്സിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. പ്ലസ് ടു സയൻസ് ഗ്രൂപ്പിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ സബ്ജക്ട്സിന് മിനിമം 50% മാർക്ക് നേടിയ സ്റ്റുഡൻസിന് BSc റീനൽ ഡയാലിസിസ് ടെക്നോളജി കോഴ്സും, പ്ലസ് ടു നോൺ സയൻസ് ഗ്രൂപ്പ് സ്റ്റുഡൻസിനും 10th ക്വാളിഫിക്കേഷൻ വരുന്ന സ്റ്റുഡൻസിനും ഡിപ്ലോമ ഡയാലിസിസ് കോഴ്സും ചെയ്യാവുന്നതാണ്. ഇനി ഹയർ സ്റ്റഡീസ് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ഹയർ സ്റ്റഡീസ് കോഴ്സും ലഭ്യമാണ്. ഹോസ്പിറ്റൽ, ഡയാലിസിസ് സെന്റർ, റിസർച്ച് യൂണിറ്റ്, അതുപോലെ തന്നെ കോളേജ് ലെക്ചർ എന്നീ മേഖലകളിലും ഇന്ത്യയിലും വിദേശത്തും വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. കേരളത്തിൽ LBS അലോട്ട്മെന്റ് വഴിക്കാണ് ഡയാലിസിസിന് സീറ്റ് നേടാൻ സാധിക്കുന്നത്. പക്ഷേ സീറ്റുകളുടെ എണ്ണം വളരെ പരിമിതവുമാണ്. ഇനി കേരളത്തിന് പുറത്ത് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഒട്ടനവധി മെഡിക്കൽ കോളേജ് ക്യാമ്പസുകളിലും അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോളേജുകളിലും ഡയാലിസിസിന് സീറ്റ് അവൈലബിൾ ആണ്. പക്ഷേ പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന കോളേജുകൾക്ക് എല്ലാവിധ അപ്രൂവൽസും ഉണ്ടെങ്കിൽ മാത്രമേ ആഫ്റ്റർ കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒട്ടേറെ സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാകും. പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന കോളേജുകൾക്ക് വേണ്ടുന്ന അപ്രൂവൽസ് എന്തൊക്കെയാണ്, ഏതാണ് ഏറ്റവും മികച്ച കോളേജ്, ഏത് കോളേജിൽ പഠിച്ചാലാണ് മികച്ച ക്ലിനിക്കൽ പ്രാക്ടീസ് ലഭിക്കുക എന്നിങ്ങനെ. സോ ഡോണ്ട് വറി, നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം ഐക്യുമെറ്റിലൂടെ തന്നെ ലഭിക്കുന്നതായിരിക്കും. താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ ഐക്യുമെറ്റുമായി കോൺടാക്ട് ചെയ്യൂ. ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരെ ബൈ.